ലൈഫ് ഓഫ് ട്രാവൽ ഡേയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര കോഴിക്കോടുള്ള തളി ക്ഷേത്രത്തിലേക്കാണ്. ഇന്നും നമ്മുടെ യാത്ര ക്ഷേത്രത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഷൂട്ട് ചെയ്യാൻ തോന്നുന്നത് ഈ ചെമ്പകപ്പൂവിനെ തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കളറിലുള്ള ഈ ചെമ്പകപ്പൂ നമ്മളെ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ഈ ക്ഷേത്രത്തിനകത്ത് 2 ആൽമരമുണ്ട്. അതിൽ ഒന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനെ ഇലകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന ഒരു ഫീലാണ് കിട്ടുക. ക്ഷേത്രത്തിനടുത്ത് തന്നെ നമുക്ക് വിശാലമായൊരു കുളം തന്നെ കാണാം. വളരെ ഭംഗിയും മനസ്സിന് കുളിർമയും തരുന്ന ഒരു കുളം തന്നെയാണ് നമുക്കിത്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് തളി ശിവക്ഷേത്രം. തളി അമ്പലം എന്നും ഇത് അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പാർവതി സമേതനായി ആനന്ദഭാവത്തിലുള്ള പരമശിവനാണ്. കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ പ്രത്യേക ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനും കുടികൊള്ളുന്നുണ്ട്. ഇരു ഭഗവാന്മാർക്കും സ്വന്തമായി കൊടിമരങ്ങളുമുണ്ട്. ഉപദേവതകളായി ഗണപതി, ഭഗവതി, നരസിംഹമൂർത്തി, ശാസ്താവ്, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കുളത്തിലേക്ക് നമുക്കിപ്പോൾ ഇറങ്ങാൻ സാധിക്കില്ല. ഇവിടെ ബ്ലോക്ക് ഇട്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഐതിഹ്യമനുസരിച്ച് കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെയും നിർമ്മാതാവായ പരശുരാമൻ ഇവിടെ ശിവനെ ആരാധിച്ചിരുന്നു. കോഴിക്കോട് സാമൂതിരി രാജാവാണ് 14-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. സാമൂതിരി രാജാവിനെയും അവരുടെ പടയാളികളെയുമാണ് ഈ ചുമരുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ചുമരുകളിലും ഇത് പ്രത്യേകം കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഗോപുരം നമുക്ക് ഇവിടെ നിന്നും നോക്കിയാൽ കാണാവുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. സാമൂതിരിപ്പാടിൻ്റെ മുഖ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. പഴക്കം കൊണ്ടും പ്രൗഢി കൊണ്ടും താന്ത്രിക ക്രിയകളുടെ നിഷ്കർഷത കൊണ്ടും നിത്യനിദാനങ്ങളിൽ അന്യൂന്യമായ ചിട്ടകൾ കൊണ്ടും പ്രസിദ്ധമാണ് തളി മഹാക്ഷേത്രം.
ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആണ്ടുവിശേഷങ്ങൾ: മേടമാസത്തിൽ വിഷുനാളിൽ കൊടിയേറി 8-ാം നാളിൽ ആറാട്ടോടു കൂടി സമാപിക്കുന്ന ഉത്സവം, കുംഭമാസത്തിൽ ശിവരാത്രി, ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി എന്നിവയ്ക്കാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മനോഹരമായ ആലും ആൽത്തറയും. നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. ഈ ആൽത്തറ വളരെ മനോഹരം തന്നെയാണ്. സന്ദർശകർക്ക് വന്ന് ഇരിക്കാനും വിശേഷങ്ങൾ പറയാനുമുള്ളൊരു ഇടം കൂടിയാണ് ഇവിടെ. നമ്മൾ ഈ ആലിൻ ചുവട്ടിലേക്ക് വരുമ്പോഴും ഇവിടെ വന്നിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് അനുഭവപ്പെടുക. കൂടാതെ ഇവിടെ നല്ലൊരു കാറ്റും കിട്ടുന്ന ഒരു ഏരിയയാണ്. നമ്മൾ ഈ അടുത്ത് കാണുന്നത് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളാണ്. സാമൂതിരിയുടെ പഴയ കൊട്ടാരമാണ് ഇപ്പോൾ സ്കൂളായിട്ട് ഉപയോഗിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ നടന്നിരുന്ന ചരിത്രപ്രസിദ്ധമായ സംഭവങ്ങളെല്ലാം തന്നെ ഇവിടെ ചുമരുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. പരശുരാമ പ്രതിഷ്ഠിതമായ 4 തളികളിൽ ഒന്നാമത്തെ തളിക്ഷേത്രമാണ് കോഴിക്കോട് തളിക്ഷേത്രം. പരശുരാമൻ തപശക്തിയാൽ പ്രത്യക്ഷപ്പെടുത്തിയ ഉമാമഹേശ്വരന്മാരായ ശിവനും പാർവതിയും ശക്തി പഞ്ചാക്ഷര ധ്യാന രൂപത്തിൽ തളിക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ജൂൺ 8-ന് ഞങ്ങൾ പബ്ലിഷ് ചെയ്ത കോഴിക്കോട് മിഠായി തെരുവ് എന്ന വീഡിയോയിലെ വിജയികളെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. വിജയികൾ ഇവരൊക്കെയാണ്: ബെറ്റി ടേസ്റ്റ്, ഷക്കീർ പി, പ്രജിൻ എം, സൗരഭ്യ പ്രസിദ്, ഷൈല. വിജയികൾക്ക് വിജയാശംസകൾ നേരുന്നു. ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും അയച്ചു തരിക. ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതാണ്. ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തുടർന്നും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ വീഡിയോ കാണുക. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.